റാണ കൊച്ചിയിലെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഭാര്യയല്ല എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ കൊച്ചിയിലെ റാണയുടെ പെൺ സുഹൃത്ത് ആരാണ്? റാണയുടെ പെൺ സുഹൃത്ത് എന്ന് പറയുന്നതിനേക്കാൾ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ആരാണ് ആ സെറ്റപ്പ് എന്നാണ്. റാണയുടെ പെൺ സുഹൃത്ത് ഒരു മലയാളി നടിയാണ് എന്ന് ഉള്ള ചില വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിലാണ് NIA. കാരണം NIA കൊച്ചിയിൽ റാണയുമായി വരും, താജ് ഹോട്ടലിൽ താമസിക്കും, അല്ലെങ്കിൽ താജ് ഹോട്ടലിൽ തെളിവെടുപ്പിനായി കൊണ്ടുവരും. കൃത്യമായ വിവരങ്ങൾ താജ് ഹോട്ടലിൽ നിന്ന് തേടും. അന്നത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൃശ്യത്തിൽ നിന്ന് റാണയുടെ പെൺ സുഹൃത്ത് ആരാണ് എന്ന് കണ്ടുപിടിക്കും. പിന്നെ അവരിലേക്ക് അന്വേഷണം മാറും. കാരണം പാകിസ്ഥാനിൽ ജനിച്ച് കനേഡിയൻ പൗരത്വമുള്ള റാണയുമായി എങ്ങനെയാണ് ഇവർക്ക് ബന്ധം സ്ഥാപിച്ചത്? മാത്രമല്ല ഭീകരനാണ്, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയാണ്. ഈ പ്രതിയുമായി ഈ മലയാളി നടിക്ക് ഉണ്ടായ ബന്ധം എന്താണ്? അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ NIA കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇയാൾ ഇവിടെ തീവ്രവാദ റിക്രൂട്ട്മെന്റിന് വന്നു എന്നാണ് പറയുന്നത്. ഇയാൾക്കൊരു എമിഗ്രേഷൻ ഏജൻസി ഉണ്ട്. ആ ഏജൻസിയിൽ ആളുകളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രപരസ്യവുമായാണ് ഇയാൾ കൊച്ചിയിലെത്തിയത്. അഹമ്മദാബാദ്, പിന്നെ ആഗ്ര, പിന്നെ അങ്ങനെ ഡൽഹി, നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടത്തെയൊക്കെ വ്യക്തമായ ചിത്രങ്ങൾ പകർത്തിയതിനു ശേഷമാണ് ഇയാൾ കൊച്ചി താജ് ഹോട്ടലിലെത്തുന്നത്. ഒറ്റയ്ക്കല്ല വന്നത് എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ മലയാളി ആരാണ് എന്നുള്ള ചോദ്യം നേരത്തെ ഒരു ധനകാര്യ സ്ഥാപനവുമായൊക്കെ ബന്ധപ്പെട്ട ഒരു പിന്നെ ധനകാര്യ സ്ഥാപനത്തിന്റെ ഇളമുറക്കാരൻ കുത്തേറ്റ് മരിച്ചിരുന്നു. അയാൾ ഒരു റിസോർട്ടിൽ ഇറ്റാലിയൻ സുന്ദരിമാരെ കാണാൻ പോകുന്ന സമയത്താണ് കുത്തേറ്റ് മരിച്ചത്. അപ്പോൾ ആ കുത്തേറ്റ് മരിച്ച സമയത്ത് അദ്ദേഹത്തോടൊപ്പം കാറിൽ ആ സമയത്ത് ചില സിനിമകളിൽ നായികയായി അഭിനയിച്ച് വിജയിച്ച ചില സിനിമകളിലെ നായികയായി അഭിനയിച്ച ഒരു നടി അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആ നടി ആണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. അതിനുശേഷം ആ നടിയുടെ പൊടി പോലും ഇപ്പൊ നമ്മൾ കാണാറ് കേൾക്കാറില്ല. ആ നടി ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിയാത്തൊരവസ്ഥയിലാണ്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു തെളിവ് NIAക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ റാണയുടെ പിടിവള്ളി ആരാണ്? റാണ കേരളത്തിൽ ഒരു തവണ മാത്രമാണ് സന്ദർശിച്ചിട്ടുള്ളത്, ഒന്നിലധികം തവണ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൊച്ചിയാണ്. കൊച്ചിയിലൊക്കെ ബോട്ടിൽ ഭീകരർക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ മികച്ചതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും മുംബൈ പോലുള്ള ഒരു സിറ്റിയിൽ ആക്രമണം നടത്താൻ, താജ് ഹോട്ടലിൽ ആക്രമണം നടത്താൻ റാണയെപ്പോലുള്ള സൂത്രധാരന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ അതും അജ്മൽ കസബ് ഹിന്ദു തീവ്രവാദി എന്നാക്കാനായി കയ്യിൽ ചരടൊക്കെ കെട്ടിക്കൊടുത്താണ് വിട്ടത്. പിന്നീട് അത് തിരിച്ചറിഞ്ഞ് അയാളെ ജീവനോടെ പിടിച്ചത് കൊണ്ട് ആ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് എടുത്ത് തുള്ളി മറിച്ചേനെ. പിന്നെ ഹിന്ദു തീവ്രവാദിയാണ് കൊന്നത്, ഹിന്ദുവാണ്, ഇവിടെയുള്ള ഹിന്ദുവാണ് ആക്രമിച്ചത്, ഇന്ത്യയിലുള്ള ഹിന്ദുവാണെന്നൊക്കെ. എന്തായാലും ആ ഒരു നാണക്കേട് ഹിന്ദുക്കൾക്ക് ഏൽക്കാതിരിക്കാൻ അജ്മൽ കസബിനെ ജീവനോടെ കിട്ടി. പിന്നീട് അജ്മൽ കസബ് എന്ന് പറയുന്നത് 22 വയസ്സ് മാത്രം പ്രായമുള്ള കൊടും ഭീകരനെ തൂക്കിലേറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോ അജ്മൽ കസബിന് ശേഷം റാണയെ പിടികൂടിയിരിക്കുന്നു. റാണയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ എത്തിയതെന്നാണ് റാണ പറഞ്ഞതായി സൂചന. ഇവിടെ വെച്ച് ആരൊക്കെ കണ്ടുവെന്ന് NIA അന്വേഷിക്കുന്നു. ഇതോടെ കൊച്ചിയിൽ വെച്ച് റാണയെ കണ്ടവർ അടക്കം കടുത്ത സമ്മർദ്ദത്തിലാണ്. 2008 റാണ കൊച്ചിയിൽ എത്തിയത്. ഇതിനിടെ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാൾ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചത് എന്ന് ഇയാൾ മൊഴി നൽകി. റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ഡൽഹിയിൽ എത്തിച്ചു. ചോദ്യം ചെയ്യൽ എത്ര ദിവസം ലഭ്യമാകും എന്നത് ആശ്രയിച്ചാകും തുടരന്വേഷണം മുന്നോട്ട് പോവുക. FBI റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ NIAക്ക് കൈമാറി. അമേരിക്കയ്ക്ക് നന്ദി പറയുകയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായക ചുവടെന്നാണ് S ജയശങ്കർ പറയുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ NIA കസ്റ്റഡിയിൽ തുടരുകയാണ്. 3 മണിക്കൂർ മാത്രമാണ് റാണയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം അയാൾ നൽകുന്നില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന റാണയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ആസൂത്രകൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യൻ വിസ ലഭിക്കാൻ സഹായം നൽകിയത് പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയാണെന്ന വിവരമടക്കം പുറത്തുവന്നു. കാനഡയിലേക്ക് കുടിയേറും മുമ്പ് തന്നെ റാണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു.
ഇമിഗ്രേഷൻ കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങിയ ഇയാൾ പിന്നീട് US താമസമാക്കി. ഷിക്കാഗോയിൽ ഓഫീസും തുറന്നു. 2008 നവംബറിലെ മുംബൈ ആക്രമണത്തിന് മുൻപ് രഹസ്യ ദൗത്യവുമായി ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ സൗകര്യമൊരുക്കിയത് റാണയുടെ സ്ഥാപനം വഴിയാണ്. 10 വർഷത്തെ വിസ കാലാവധി നീട്ടാനും സഹായം നൽകി. ഇന്ത്യയിലെ താമസത്തിനിടെ ഹെഡ്ലി ഇമിഗ്രേഷൻ ബിസിനസിന്റെ മറവിൽ റാണയുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നതായി ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇക്കാലത്ത് 230ഓളം ഫോൺ കോളുകളാണ് ഇരുവരും നടത്തിയത്. ആക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള മേജർ ഇക്ബാൽ എന്നയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും NIA കുറ്റപത്രത്തിലുണ്ട്. ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപ് റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. പാവായിലെ ഹോട്ടലിലായിരുന്നു താമസം. ദക്ഷിണ മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളെക്കുറിച്ച് റാണ അന്വേഷിച്ചിരുന്നതായി സാക്ഷിമൊഴിയുണ്ട്. പാകിസ്ഥാൻ ഭീകരർ ഈ സ്ഥലങ്ങളാണ് ആക്രമണത്തിൽ തിരഞ്ഞെടുത്തത്. താജ്മഹൽ, ഒബ്രോയ് ഹോട്ടലുകൾ, ലിയോപാഡ് കഫേ, ചൗബാദ് ഹൗസ്, ഛത്രപതി ശിവജി ടെർമിനസ് ട്രെയിൻ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ മുംബൈയിലെ സ്ഥലങ്ങൾ ഭീകരർ ലക്ഷ്യമിട്ടു. ഈ ഓരോന്നും ഹെഡ്ലി മുൻകൂട്ടി പരിശോധിച്ചിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. ഒരു ചെറിയ റോൾ മാത്രമായിരുന്നു റാണയ്ക്ക് നിർവഹിക്കാനുണ്ടായിരുന്നതെന്നും ഇന്ത്യയിലേക്കുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വരവിന് നിയമപരിരക്ഷ നൽകിയായിരുന്നതെന്നുമാണ് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി GK പിള്ള പറഞ്ഞത്. അമേരിക്കയ്ക്കും പാക് ചാര സംഘടനയായ ISIക്കും ലക്ഷറി തോയ്ബയ്ക്കും ഒപ്പം പ്രവർത്തിച്ച ഇരട്ട ഏജന്റായിരുന്ന ഹെഡ്ലിയെ സംരക്ഷിക്കുന്നതിന് അമേരിക്കയെ പിള്ള വിമർശിച്ചിരുന്നു. ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ അനുവദിച്ചതിൽ അമേരിക്കയ്ക്ക് ദുരുദ്ദേശമുണ്ടായിരുന്നു. പുറത്തു പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഹെഡ്ലിയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു എന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആ സമയത്ത് പറഞ്ഞിരുന്നു. US ഭരണ സംവിധാനത്തെയും ഏജൻസികളെയും പിന്തുണയുള്ള ഡേവിഡ് ഹെഡ്ലി കുറഞ്ഞ സുരക്ഷയുള്ള തടവറയിൽ ആശ്വാസ ജീവിതം നയിക്കുകയാണ്. ഇന്ത്യയിലെ ഭീകരാക്രമണവും ഡെൻമാർക്കിലെ ഭീകരാക്രമണവും ബന്ധപ്പെട്ട ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഡെൻമാർക്കിലേക്കും കൈമാറുന്നത് തടയുന്നതാണ് US അനധികൃതമായി ഹെഡ്ലി ഉണ്ടാക്കിയ കരാർ. US കൂടി രഹസ്യാന്വേഷണ ഏജന്റായി പ്രവർത്തിച്ച വ്യക്തിയെ കൈവിടുന്നത് പല രഹസ്യ വിവരങ്ങളും പുറത്താകുന്നതിന് വഴിയൊരുക്കും. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി സംശയിക്കുന്നുവെന്ന് NIA കോടതിയിൽ അറിയിച്ചു. ഗൂഢാലോചനയുടെ മുഴുവൻ വ്യാപ്തിയും പുറത്തു കൊണ്ടുവരാൻ റാണയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് NIAയുടെ ആവശ്യം. 17 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റേതെങ്കിലും നഗരം ലക്ഷ്യമിട്ട് സമാനമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും NIA അറിയിച്ചു. റാണയെ 18 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ വിട്ടത്. ഓരോ 24 മണിക്കൂറും റാണയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാൻ അനുവദിക്കുന്നുമുണ്ട്. NIA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കേൾക്കാവുന്ന ദൂരത്തിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനാണ് അനുമതി. പേന ഉപയോഗിക്കാനും റാണയ്ക്ക് അനുമതി നൽകി. പ്രതിയെ ഹാജരാക്കവേ NIA DIGമാർ, IG, ഡൽഹി പോലീസിലെ 5 DCPമാർ എന്നിവർ കോടതി പരിസരത്തുണ്ടായിരുന്നു. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 166 പേരാണ് കൊല്ലപ്പെട്ടത്. റാണയെ പിടികൂടിയത് മാത്രമല്ല ലക്ഷ്യം, റാണ എന്തൊക്കെ പദ്ധതികൾ ലക്ഷ്യമിട്ടിരുന്നു എന്നത് കൂടിയാണ് ഇനി മുന്നിൽ കാണേണ്ടത്.